ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം കേരളത്തിൽ അനുവദിക്കില്ല, ഒരു സംശയവും വേണ്ട. നാട്ടിൽ ജനങ്ങൾക്ക് ആവശ്യം സമാധാനമാണ്, ജീവന സ്വത്തിന് സുരക്ഷിതത്വമാണ്. ഗുണ്ടകളെ പോറ്റി വളർത്തുന്ന ചില ആളുകളുണ്ട്, അവർ മര്യാദയ്ക്കിരിക്കണം. അങ്ങനെ ഗുണ്ടകളെ പോറ്റി വളർത്തി സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാമെന്ന് ആരും കരുതണ്ട. നാട്ടിൽ നിയമമുണ്ട്, നിയമത്തിനനുസരിച്ച് വേണം എല്ലാവരും പ്രവർത്തിക്കാൻ. എല്ലാ പൗരന്മാർക്കും നിയമം ഒരുപോലെയാണ്. അതുകൊണ്ട് ഗുണ്ടകളെ ഉപയോഗിക്കുകയും റിയൽ ഗുണ്ടകൾ ഉൾപ്പെടെയുള്ള ഇപ്പം ഗുണ്ടകളുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അത്തരം ഗുണ്ടകളെ ഒന്നും ഒരു കാരണവശാലും ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ അനുവദിക്കില്ല. ശക്തമായ നടപടി അക്കാര്യത്തിൽ ഉണ്ടാകും. അല്ല, ആരും ഒരു പോലീസും അതിക്രമമൊന്നും കാണിച്ചില്ല. അവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പരിശോധിക്കുന്നതേ ഉള്ളൂ. ചെയ്തില്ലേ നിങ്ങൾ പറയും പരിശോധിച്ചില്ലെന്ന് പറയും, ചെയ്താൽ പറയും അതിക്രമമാണെന്ന് പറയും. അത് വേണ്ട. പോലീസിന് കിട്ടുന്ന വിവരങ്ങൾ ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യാനുള്ള അധികാരം അവർക്ക് കൊടുക്കണ്ടേ. നിരപരാധികളായ ആൾ ആരെയും പോലീസ് ഉപദ്രവിക്കില്ല. പക്ഷെ കുറ്റം ചെയ്ത ആളുകളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും. അത് നമ്മുടെ നാടിന്റെ ആവശ്യമാണ്. ഇന്ന് കേരളം ആഗ്രഹിക്കുന്ന അതാണ്. അപ്പം അതുകൊണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾ പോലീസിനെ വെല്ലുവിളിച്ചങ്ങ് രക്ഷപ്പെട്ട് കളയാം. അധികം സ്മാർട്ടാവുന്നുണ്ട്, ആ പരിഗണന വേണ്ട. അധികം അങ്ങനെ സ്മാർട്ടായാലും എത്തത്തില്ല. ഓവർ സ്മാർട്ട്നെസ് വേണ്ട. അതാണല്ലോ ഇപ്പോൾ തെളിഞ്ഞത്. അതുകൊണ്ട് കുറ്റവാളികളെ തീർച്ചയായിട്ടും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും.